Sevens Golden Diamonds, Ermalur, Vadadala. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ പള്ളുരുത്തി അഗതി മന്ദിരത്തിലെ അന്തേവാസികൾക്ക് സദ്യ വിളമ്പി. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് പള്ളുരുത്തി അഗതി മന്ദിരത്തിലെ അന്തേവാസികൾക്ക് സദ്യ ഒരുക്കി. പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും മുൻ മന്ത്രി ഡൊമിനിക് പ്രസന്റേഷൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടുത്തെ അന്തേവാസികളെ പോലുള്ള സാധാരണക്കാരായി അദ്ദേഹം ജീവിച്ചതും പ്രവർത്തിച്ചതും മുഖ്യമന്ത്രി എന്ന നിലയ്ക്കുള്ള അദ്ദേഹത്തിൻ്റെ ആ അധികാരം പ്രയോഗിച്ചതും സാധാരണക്കാർക്ക് വേണ്ടിയാണ്. ഒരാളും അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു കഴിഞ്ഞാൽ വെറും കൈയോടെ പോകേണ്ടി വരുമായിരുന്നില്ല. അത് ചികിത്സാ സഹായമായാലും മറ്റ് എന്ത് ആവശ്യമായാലും പഠിക്കാനുള്ള വിദ്യാർത്ഥിയുടെ ഫീസായിരുന്നാലും അദ്ദേഹം അതിന് പ്രതിവിധി കണ്ടെത്തുമായിരുന്നു. കേരളത്തിൽ സാർവത്രികമായ പെൻഷൻ സമ്പ്രദായം ഏർപ്പെടുത്തിയ അദ്ദേഹമായിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയാകുമ്പോൾ അന്ന് 16 ലക്ഷം പേർക്കാണ് പെൻഷൻ കിട്ടിയിരുന്നത്. കേവലം 600 രൂപ മാത്രം. അദ്ദേഹത്തിൻ്റെ ജനസമ്പർക്ക പരിപാടിയിൽ പങ്കെടുത്ത പലരും അദ്ദേഹത്തോട് പറഞ്ഞു. DCC സെക്രട്ടറിമാരായ ജോൺ പഴേരി, RK സുരേഷ് ബാബു, കൗൺസിലർ അഭിലാഷ് തോപ്പിൽ, വർഗീസ് ഫിലിപ്പ്, AJ ജെയിംസ്, വിനോദ് തമ്പി, സുജിത് കളത്തിൽ, മുൻ കൗൺസിലർ ഗീതാ പ്രഭാകരൻ, VN രവീന്ദ്രമേനോൻ, VK ബിജു, TP തമ്പി, കുട്ടൻ പാട്ടത്തിൽ, ഫിലോമിന വിൽസൺ, ഡാഫിനി, ഹഫ്സത്ത്, UJ അമീർ, ശ്യാമള ശശിധരൻ എന്നിവർ അനുസ്മരണ പ്രസംഗം നടത്തി. സമൂഹത്തിലെ നിർധനരും പാവപ്പെട്ടവരും ദാരിദ്ര്യം അനുഭവിക്കുന്നവരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടായിരുന്നു ഉമ്മൻചാണ്ടി തൻ്റെ പൊതുപ്രവർത്തനവുമായി മുന്നോട്ട് പോയിരുന്നത്. അതിന് ഏറ്റവും വലിയ തെളിവായിരുന്നു ശ്രീ ഡോമിനിക് പ്രസന്റേഷൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ മരണവാർത്ത അറിഞ്ഞ നിമിഷം മുതൽ കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുനിന്നും വടക്കേ അറ്റത്തുനിന്നുള്ള ആബാലവൃദ്ധൻ ജനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ മൃതശരീരം, ഭൗതിക ശരീരം ഒരു നോക്ക് കാണുവാനായി ഓടിയെത്തുന്നത്. തിരുവനന്തപുരം എയർപോർട്ട് മുതൽ പുതുപ്പള്ളിയിൽ അദ്ദേഹത്തിൻ്റെ വസതി വരെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം എത്തിക്കുവാൻ 2 ദിവസം വേണ്ടി വന്നു. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.